കേന്ദ്രങ്ങളിലേക്ക് മിസൈൽ വിട്ടെന്ന വാർത്ത സൈന്യം പുറത്തുവിട്ടതിന് പിന്നാലെ മിസൈൽ വർഷം പോലെ വ്യാജ വാർത്തകളും പ്രചരിക്കുകയാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന, നമുക്കിടയിൽ വിഭാഗീയതയുടെ വിഷം പടർത്തുന്ന അത്തരം വാർത്തകളിൽ നിന്ന് അകലം പാലിക്കേണ്ടതുണ്ട്. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കയ്യിൽ 50,000 രൂപയും ഇന്ധനം നിറച്ച വാഹനങ്ങളും കരുതണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചെന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിക്കുന്നത്. പാകിസ്ഥാനിൽ നിന്നടക്കം വരുന്ന ഇത്തരം വ്യാജ വാർത്തകളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇത്തരം വ്യാജ വാർത്തകളിൽ നിന്ന് ജനങ്ങളെ ബോധരാക്കുവാൻ ശ്രമിക്കേണ്ടത് തീർച്ചയായും ഇന്നാട്ടിലെ മാധ്യമങ്ങൾ തന്നെയാണ്. എന്നാൽ കുറേയധികം മാധ്യമങ്ങളിൽ നിന്നും മാധ്യമ പ്രവർത്തകരിൽ നിന്നും ഉണ്ടാകുന്നത് ഇതിന് വിപരീതമായ കാര്യങ്ങളാണ്. ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്ന തരത്തിലായിരുന്നു അത്തരത്തിലൊന്ന്. അത് പ്രചരിച്ചതാകട്ടെ ഹിന്ദുവിന്റെ എക്സ് ഹാൻഡിലും. റഫേൽ വിമാനം തകർന്നു എന്ന നിലയിൽ എക്സിൽ വീഡിയോ സഹിതം വന്ന വാർത്തയാണ് മറ്റൊന്ന്. അത് പ്രചരിപ്പിച്ചതാകട്ടെ ഹമീദ് മിർ എന്ന മാധ്യമ പ്രവർത്തകൻ. മറ്റൊന്ന് വന്നത് കേരളത്തിലെ ഒരു മുഖ്യധാരാ മാധ്യമത്തിൽ നിന്ന്. ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചിട്ടു എന്നതായിരുന്നു ആ വാർത്ത. വളരെ ആവേശത്തോടെ ഇത് പുറത്തുവിട്ടത് മറ്റാരുമല്ല, മരമുറി ചാനലായ റിപ്പോർട്ടറാണ്. പാകിസ്ഥാനിൽ നിന്നടക്കം വരുന്ന ഇത്തരം വ്യാജ വാർത്തകളെ നേരിടാമെന്നാണ് കേന്ദ്രം പറയുന്നത്. എന്നാൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഇവിടുത്തെ മാധ്യമങ്ങൾ കാണിക്കുന്നത് അങ്ങേയറ്റം വൃത്തികേടാണ്. ഇത്തരം മാധ്യമങ്ങളെ ഒറ്റപ്പെടുത്തുക, ഇവരെ തിരിച്ചറിഞ്ഞ് ബാൻ ചെയ്യുക മാത്രമേ ഇക്കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആഭ്യന്തര വകുപ്പ് ഈ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വെച്ചു പുലർത്തുക തന്നെ വേണം. ന്യൂസ് ഡെസ്ക് IBN മലയാളം.